എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് കുറച്ച് കരിമീൻ കിട്ടി. കണ്ടോ, ഇത് ബ്രോയിലർ കരിമീനാണ്, അതുകൊണ്ടാണ് ഇത്ര വലിപ്പം. വളർത്തു കരിമീനാണ്. അപ്പോൾ കരിമീൻ്റെ പ്രത്യേകത അറിയാമല്ലോ. മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പോഷക മൂല്യമുള്ള മത്സ്യമാണ് കരിമീൻ. കരിമീൻ അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അൾഷിമേഴ്സ്, മറവി രോഗമില്ലേ, മറവി രോഗം വരാതിരിക്കാനും കരിമീൻ നിത്യവും കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും കിട്ടുന്ന സമയത്തൊക്കെ കരിമീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൾഷിമേഴ്സ് ഇപ്പോൾ ഒരു വില്ലനാണല്ലോ. അപ്പോൾ ആ അൾഷിമേഴ്സിൽ നിന്ന് മുക്തി നേടാമെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള അറിവാണേ. അപ്പോൾ നമ്മുടെ ഈ കരിമീൻ വിഭവങ്ങളെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു കരിമീൻ പൊള്ളിച്ചത്, വാഴയിൽ പൊള്ളിച്ചത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കരിമീൻ്റെ കോമൺ ആയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കരിമീൻ വാഴയിലിൽ പൊള്ളിച്ചത്, പിന്നെ കരിമീൻ ഗ്രിൽഡ്, പിന്നെ കരിമീൻ വറുത്തരച്ചത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കരിമീൻ വറുത്തരച്ച കറിയാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വറുത്തരച്ച് വളരെ സ്വാദിഷ്ടമായ കരിമീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ കരിമീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 4 കരിമീനിൽ നിന്ന് 2 മാത്രമേ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് തേങ്ങ വറക്കാൻ ആവശ്യമായ തേങ്ങ, ഞാൻ ഒരു തേങ്ങ ചിരകിയത്, ഒരു പിടി നല്ല മുളക്, കുരുമുളക്, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ ഈ തീയലിനൊക്കെ വറുത്തരച്ച തീയലൊക്കെ വെക്കാൻ എടുക്കത്തില്ലേ, അതേ രീതിയിൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു നിറം കുറച്ചുകൂടെ ആവണം. ഈ ഒരു നിറം ആകുമ്പോഴത്തേക്ക് തീ ഒരുപാട് ലോയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു 6 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. ഈ 6 സ്പൂൺ മുളക് പൊടിക്ക് ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, അതേ സെയിം സ്പൂണ് തന്നെ. കാരണം ഒരു ചെറിയ മല്ലിപ്പൊടിയുടെ ഒരു ചെറുതായിട്ട് മതി. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉണ്ടോ, നമ്മുടെ തേങ്ങ മൂത്ത് കഴിഞ്ഞു. പിന്നെ നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം ഇത് വെള്ളം ഒഴിക്കാതെ നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഞാനിത് പൊടിച്ചിട്ടെടുക്കട്ടെ. വേണ്ട, പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒരിത്തിരി വെള്ളം ചേർത്ത് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മീനിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിത് ഒന്ന് കൊഴുത്ത് കിട്ടാൻ വേണ്ടി മിക്സിയിൽ തന്നെ വെച്ച് ഒന്ന് പേസ്റ്റ് ആക്കിയെടുത്തു. ഇനി നമ്മുടെ മീനിനകത്തേക്ക് നമ്മുടെ മിക്സിയിൽ അരച്ച തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചാറ്, ഒരുപാട് ഈ മീനിൻ്റെ ചാറ് ഒരുപാട് വേണ്ട വീടാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് മീൻ ചാറ് വേണം. എല്ലാവരും ചോറിനകത്ത് മീൻ ചാറ് ഒഴിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ ചാറ് വേണം. അത് ഏത് മീൻ വെച്ചാലും വേണം. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പുളിയാണ്, മീൻ പുളി. നമ്മളിവിടെയൊക്കെ അതിന് വടക്കം പുളി എന്ന് പറയും. അപ്പോൾ മീൻ പുളി നമുക്ക് കുടംപുളി നമുക്ക് ചേർത്ത്, അത് നേരത്തെ ഇത്തിരി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ച് പുളി ചേർത്താൽ മതി. ഇവിടെ പക്ഷേ മീനിനകത്ത് തക്കാളി ഇടണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പച്ചമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഇവിടെ ഇത് ചേർക്കാറുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഈ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് നല്ല നിറം കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇത് തിളച്ച് കഴിയുമ്പം നല്ല ബ്രൗൺ കളറിലേക്ക് നമ്മുടെ മീൻകറി മാറും. പിന്നെ നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ വെച്ച കളറല്ല, അത് തിളച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ആ പുളിയുടെ നിറവും പുളിയുടെ സത്തും എല്ലാം കൂടെ ഇറങ്ങി നല്ല ബ്രൗൺ കളറിലെ കരിമീൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ വറുത്തരച്ച കറി വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയാണ്.
പക്ഷെ വളരെ എളുപ്പമാണ്. തേങ്ങ ചിരകിയത് എടുത്ത് അത് വേണമെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് 2-3 പ്രാവശ്യം കറി വെക്കാനുള്ളത് ഒരുമിച്ച് വേണമെങ്കിൽ വറുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം, വറുത്ത് പൊടിച്ച്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കാരണം തേങ്ങ വറുത്തരയ്ക്കുന്നത് ഒരു പ്രയാസമേ അല്ല. അതൊന്നിരി ചെറുതായിട്ട് ചിരകിയെടുത്ത് നമ്മളൊന്ന് വറുത്ത് കോരി എടുക്കുന്ന പാടേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.